കിടപ്പുമുറി. കിടപ്പുമുറി വൃത്തിയായി വെക്കണം. നിത്യവും തൂത്തുവാരാനും തുടച്ച് വെടിപ്പാക്കാനും മറക്കരുത്. രാത്രി കിടപ്പുമുറി തൂത്തുവാരരുത്. കിടപ്പുമുറി മാത്രമല്ല, ഒരു മുറിയും രാത്രി തൂത്തുവാരിക്കൂടാ. ഉണർന്നെഴുന്നേൽക്കുമ്പോൾ കിടക്ക മടക്കി വെക്കണം. ഷീറ്റുകൾ കഴിയുന്നത്ര മാറ്റണം. തലയിണയിൽ ചവിട്ടൽ, ഇരിക്കൽ ഇവ പാടില്ല. കിടന്നുറങ്ങാൻ ഉപയോഗിക്കുന്ന പായ്, കിടക്ക ഇവ ചവിട്ടി നടക്കരുത്. നന്നായി ഉറക്കം വരുമ്പോഴേ ഉറങ്ങാൻ കിടക്കാവൂ. ഉറങ്ങാൻ കിടന്നാൽ ചിന്തയും സംസാരവും ഒഴിവാക്കണം. സുഖനിദ്രയ്ക്കായി അച്യുതായ നമഃ, അനന്തായ നമഃ, ചിത്രഗുപ്തായ നമഃ, വാസുകയേ നമഃ എന്ന മന്ത്രം, ഗണേശൻ തുടങ്ങിയ വിവിധ ദേവന്മാരുടെ ധ്യാനശ്ലോകങ്ങൾ, ഏകശ്ലോക രാമായണം, ഏകശ്ലോക ഭാഗവതം, ഏകശ്ലോക ഗീത ഇവയൊക്കെ ജപിക്കാം. ഉറങ്ങാൻ കിടക്കും മുമ്പ് കാൽ കഴുകൽ, അല്പം ധ്യാനം, അല്പം പുരാണ പാരായണം ഇവയാവാം. തെക്കോട്ട് അഥവാ കിഴക്കോട്ട് തലവെച്ച് കിടക്കാം. രക്തചംക്രമണത്തിന് തടസ്സം വരാതെ നീണ്ടു നിവർന്നു കിടക്കണം. സ്ത്രീകൾ മലർന്നു കിടന്നു ഉറങ്ങരുത്. ഇരുവശം ചരിഞ്ഞു കിടന്നു വേണം ഉറങ്ങുന്നത് ഉത്തമമാണ്. പൂമുഖം അഥവാ സ്വീകരണമുറി. അതിഥികൾക്കിരിക്കാനുള്ള പൂമുഖം എപ്പോഴും വൃത്തിയായി സജ്ജീകരിച്ചിരിക്കണം. ഇരിക്കാൻ വേണ്ടത്ര സൗകര്യങ്ങൾ വേണം. ഉമ്മറത്ത് ചെരുപ്പുകൾ വയ്ക്കാനും കാൽ കഴുകാനും സൗകര്യം വേണം. അകത്ത് ചെരുപ്പിട്ട് നടക്കരുത്. ചെരുപ്പുകൾ അഭിമുഖമായി വയ്ക്കണം. ഇറങ്ങിപ്പോകുന്ന രീതിയിലും കുറുക്കനെയും ആകരുത്. ഭസ്മം, കുങ്കുമം, പുരാണ ഗ്രന്ഥങ്ങൾ, ആധ്യാത്മിക മാസികകൾ, ഭഗവാന്റെ ചിത്രങ്ങൾ എന്നിവയാൽ സ്വീകരണമുറിയിൽ ഒരു ആധ്യാത്മിക അന്തരീക്ഷം അലയടിക്കണം. അശുഭവും അശുദ്ധവുമായ വസ്ത്രങ്ങൾ സ്വീകരണമുറിയിൽ ഉണ്ടാവരുത്. എല്ലാത്തിനും അടുക്കും ചിട്ടയും ഉണ്ടാവണം. കയറി വരുന്ന അതിഥിക്ക് ആദ്യം ദാഹവും തുടർന്ന് വിശപ്പും നീക്കാനുള്ള ദാഹജലം, പഴങ്ങൾ ഇവ നൽകേണ്ടതാണ്. അതിഥിയെ മംഗളവാക്യങ്ങൾ അഭിവാദനം ചെയ്ത് സ്വീകരിക്കണം. എന്തെങ്കിലും ഭക്ഷണം നൽകാതെ അതിഥിയെ പറഞ്ഞയക്കരുത്. പോകുന്ന അതിഥിക്ക് യാത്രാമംഗളം നേരാൻ മറക്കരുത്. അതിഥിയെ പടിക്കലോളം അനുഗമിച്ച് യാത്രയയക്കാൻ ഗൃഹനാഥൻ ശ്രദ്ധിക്കണം.